ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിച്ചാപ്പിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത് ചൂണ്ടലുണ്ടാക്കാനാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈർക്കളി കൊണ്ട് എങ്ങനെ ചൂണ്ടലുണ്ടാക്കാം നമുക്ക് ആദ്യം തന്നെ നോക്കാം ഗൈസ്. സ്റ്റാപ്ലർ പിന്നാണ് ഹുക്കിന് ഉപയോഗിച്ചത്. സ്റ്റാപ്ലർ പിന്ന് പിന്നെ നൂലും കെട്ട്, പിന്നെ നമ്മുടെ ഫെവിക്കോള്, പിന്നെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഈർക്കളിയാണ്. ഇനി നമുക്ക് ആദ്യം തന്നെ ഹുക്ക് ഉണ്ടാക്കാം ഗൈസ്. എൻ്റെ കാക്ക പ്ലെയർ എടുത്തിട്ട് വളയ്ക്കുന്നുണ്ട്. ഇനിയുണ്ട് കുറേ പണികൾ ഗൈസ്. അവന് ഹുക്ക് ഉണ്ടാക്കി കഴിയാനായിട്ടുണ്ട് ഗൈസ്. ഹുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നിറയെ കിളികളുടെ സൗണ്ട് കേൾക്കാനുണ്ടോ ഗൈസ്? ഉണ്ടെങ്കിൽ യെസ് എന്ന് വിടുക, കമൻറ്റിൽ അയക്കുക. ഇതാണ് ഫെവിക്കോൾ ഗൈസ്. ഇത് അങ്ങനെ ഹുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ ഗൈസ്, ഹുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നൂലും കെട്ട് അയക്കണം, അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണം ഗൈസ്. കുറച്ച് ടാസ്ക്കാണ്, പക്ഷെ നമ്മളതാണെങ്കിൽ അത്രക്കൊന്നുമില്ല, സിമ്പിളാണ്. ഇതാണ് ഈർക്കളി. നല്ല സ്ട്രോങ് ആയ ഈർക്കളി എടുക്കണം ഗൈസ്. ഇത് നമ്മളുടെ പ്ലെയർ, ഇത് ഫെവിക്കോള്, ഇതാ കിടക്കുന്ന അത് നൂൽക്കെട്ടാണ് കേട്ടോ ഗൈസ്. ഇനി നമുക്ക് പരിപാടിയിലോട്ട് നടക്കാം ഗൈസ്. കുറച്ചും പാടി ഉണ്ട്, ഇനിയും പരിപാടിയുണ്ട്. നൂലിമ കെട്ടുന്നുണ്ട്, നൂല് സ്റ്റാപ്ലർമേൽ കെട്ടുന്നുണ്ട് ഗൈസ്. ഈ ഫെവിക്കോള് ഭയങ്കര ഒട്ടിപ്പാണ് ഗൈസ്. ഇതാ നോക്കൂ, കെട്ടുന്നുണ്ട്. കുറച്ച് പണിയാണ് ഗൈസ് സ്റ്റാപ്ലർമേൽ കെട്ടാൻ. പിന്നെ പ്രത്യേകിച്ച് കാര്യം പറയാനുള്ളത്, ഈർക്കളി നല്ല സ്ട്രോങ് ആയത് എടുക്കണം, അല്ലെങ്കിൽ വല്ല വരാലും വന്നുകൊണ്ട് അടിച്ചു കൊണ്ടുപോയാൽ പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ഗൈസ്. നൂല് പൊട്ടാത്ത നൂല് എടുക്കണം ഗൈസ്. പിന്നെ ഫെവിക്കോൾ നല്ല ഒട്ടണ വാങ്ങിയാൽ മതി ഗൈസ്. ഇതാ ഇങ്ങനത്തെ വാങ്ങിയാൽ മതി. ഇത് ഫെവിക്കൂളാണ്. അങ്ങനെ ഏകദേശം ഹുക്കിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം ഗൈസ്. ഇതാക്കണം ഹുക്ക് ഗൈസ്. ആ ഫെവിക്കോളിൻ്റെ മൂടി എടുക്കാൻ ഭയങ്കര പണിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഹുക്കിൻ്റെ തലക്കേ ഭാഗം വെട്ടിക്കളയണം ഗൈസ്. അതിന് കുറച്ച് നൂല് ബാക്കി വന്നിട്ടുണ്ട്, അത് നമുക്ക് കളയണം, അല്ലെങ്കിൽ ഒട്ടിച്ച് വെക്കുക. ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് ഒട്ടിച്ച് വെക്കുകയാണ്. ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ കാക്ക കത്രിക എടുക്കാൻ പോയത്, പക്ഷേ എടുത്തത് സാധനം മാറിയിരിക്കണേ. ഞങ്ങൾ വെട്ടിക്കളയുകയാണ് അതിൻ്റെ തല. എടുത്ത സാധനം നഖം വെട്ടണേ സാധനം, നഖം വെട്ടണേ കട്ടർ. ഇതാ പിന്നെ പ്രത്യേകിച്ച് കാര്യം പറയാനുള്ളത്, നൂല് കെട്ടുന്നത് ഭയങ്കര അമർത്തിങ്ങാണ്ട് കെട്ടണം. കെട്ടിയിട്ട് ലൂസാവുകയാണെങ്കിൽ
നിങ്ങൾ ഈ പശ എടുത്തിട്ട് അതിമ ഒട്ടിക്കുക. പിന്നെയും ലൂസാവുകയാണെങ്കിൽ ഈ പശ ഒന്നായിട്ട് തേച്ചാൽ മതി, അപ്പം തന്നെ ഒട്ടും. കുറച്ച് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. പരിപാടി കഴിഞ്ഞു. ഇങ്ങനെയാണ് ഇത് പ്ലെയർ കേട്ടോ ഗൈസ്. ഇത് ഇഗ്ലു ആണ് വിചാരിച്ചത് കേട്ടോ. ഇത് പശൻ്റെ മൂടിയാണ് ഗൈസ്. ഇത് കട്ടർ. അങ്ങനെ പണി ഫുള്ള് കഴിയാനായി. നോക്കൂ, പണി കഴിഞ്ഞു ഗൈസ്. ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാനുണ്ട്. നൂൽഭാഗം നല്ല മൂർച്ചയുള്ളതാണ് വേണ്ടിയത്. ഞങ്ങൾ മുറിച്ചപ്പോൾ ഒന്നായിട്ടാണ് മുറിച്ചു പോയി. നല്ല മൂർച്ചയുള്ള കട്ടറായതുകൊണ്ടാണ്, നഖം വെട്ടുന്ന കട്ടർ അതായതുകൊണ്ടാണ് കുഴപ്പമായതിപ്പോൾ. പിന്നെയും പാടിയും കെട്ടേണ്ടി വരൂലേ. ഇനിയും പൊട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഫെവിക്കോൾ തേക്കും ഗൈസ്. ഏകദേശം പണി കഴിഞ്ഞു. ഇനിയും കെട്ടണം. ഒരു വട്ടം പടി കെട്ടാനുണ്ട്. നല്ല പശ ഉപയോഗിക്കണം ഗൈസ്. നല്ല പശ മതി. ഈ പശ ഒട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ എനിക്ക് തന്നെ അറിയില്ല. അല്ലെങ്കിൽ കുറേ തേക്കേണ്ടി വരും ഇങ്ങനത്തെ പശ ഗൈസ്. പണി ഏകദേശം കഴിയാനായിക്കണ്. ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലം. ഇതാ നോക്കൂ ഗൈസ്. ഞാൻ ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇതാ ഒട്ടിച്ചിട്ട് കുറച്ച് നേരം ഉണക്കാൻ ഇടണം. ഇനി നമുക്ക് ഇതിൽ ഇര കോർക്കണം. അത് വെയിലത്ത് കൊണ്ടുപോയി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ